സൈറൺ മുഴക്കുന്നതിനെ ചൊല്ലി കൊമ്പുകോർത്ത കണ്ണൂരിൽ കളക്ടറും കോർപ്പറേഷനും. ശബ്ദം കുറച്ചില്ലെങ്കിൽ സൈറൺ കണ്ടുകെട്ടുമെന്നാണ് കളക്ടറുടെ മുന്നറിയിപ്പ്. എന്നാൽ സൈറൺ മുഴക്കുന്നത് തുടരാമെന്നാണ് കോർപ്പറേഷൻ നിലപാട്. ഒരു വശത്ത് കളക്ടറും DIGയും കമ്മീഷണറും, മറുവശത്ത് കോർപ്പറേഷൻ. സൈറന്റെ പേരിൽ കണ്ണൂരിൽ പോര് മുറുകുകയാണ്. 1965 കണ്ണൂർ മുനിസിപ്പാലിറ്റി രൂപീകരിക്കുന്നത്. പിന്നീട് അത് കോർപ്പറേഷനായി മാറി. അന്നു മുതൽ രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 6 മണിക്കും കോർപ്പറേഷനിൽ സൈറൻ മുഴങ്ങും. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ കളക്ടറുടെ ഒരു ഉത്തരവ് കോർപ്പറേഷൻ മേയർക്ക് ലഭിക്കുന്നത്. സൈറന്റെ ശബ്ദം അനുവദനീയമായ പരിധിക്ക് മുകളിലാണെന്നും ശബ്ദം കുറയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം സൈറൻ പിടിച്ചെടുക്കുമെന്നുമായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ അധികാരത്തിന്റെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇവിടെ കലക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനപ്പുറം കലക്ടർ പറയുന്ന ഒരുപാട് പരാതികളുണ്ട് എന്നുള്ളതാണ്. കോർപ്പറേഷൻ കെട്ടിടത്തോട് തൊട്ടടുത്തായാണ് കണ്ണൂർ റേഞ്ച് DIGയുടെ ഔദ്യോഗിക വസതി. ഇതിനോട് ചേർന്ന് കളക്ടറുടെയും കമ്മീഷണറുടെയും വസതികളുണ്ട്. യതീഷ് ചന്ദ്ര DIGയായി ചുമതലയേറ്റ ശേഷം സൈറന്റെ ശബ്ദം പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്നും കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നു. എന്നാൽ കൗൺസിൽ ഈ കത്ത് തള്ളിക്കളഞ്ഞു. സൈറന്റെ കാര്യത്തിൽ കളക്ടറും കോർപ്പറേഷനും 2 വഴിക്കായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അന്തിമ തീരുമാനം എന്താകുമെന്നതിലാണ് ആകാംക്ഷ.